ഷോൺ ജോർജ് ഹർജിക്കാരനായിരുന്നു. അദ്ദേഹം കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈൻ ചേരുന്നു. ശ്രീ ഷോൺ ജോർജ്, ഇപ്പോൾ ആ ഒരു മെല്ലെപ്പോക്കിന് ഒരു അറുതി വന്നിരിക്കുന്നു. 8 സ്ഥാപനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. കൂടുതൽ പേരെ, അതായത് വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരെ ആകാം, അങ്ങനെ കമ്പനികളുടെ മേലധികാരികളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്നതിലേക്ക് SFIO നീങ്ങുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മെല്ലെപ്പോക്ക് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. കാരണം BJP-കാരനായ ഷോൺ ജോർജിന്റെ പരാതിയിൽ തന്നെയാണ് ഇപ്പൊ മാത്യു പറഞ്ഞു, കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ് ഈ അന്വേഷണം സ്പീഡായത്. കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ് സ്പീഡായിട്ടുണ്ടെങ്കിൽ ആ ഹർജിക്കാരൻ ഷോൺ ജോർജാണ്. ആ ഷോൺ ജോർജ് BJP-കാരനാണ്. ഞാൻ ഈ പാർട്ടിയിൽ ചേരുമ്പോൾ തന്നെ എന്റെ കേസുമായി ബന്ധപ്പെട്ട നടത്തിപ്പിന് ധൈര്യമായി ഷോണിന് കേസുമായി മുമ്പോട്ട് പോകാം എന്നുള്ള ആ ഉറപ്പ് ലഭിച്ചതിന് ശേഷം തന്നെയാണ് ഞാൻ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ED-യുടെ നടപടിയും അതുപോലെ ഡൽഹി മുഖ്യമന്ത്രിയുടെ അറസ്റ്റും ഒക്കെ നമ്മൾ കണ്ടു. അവിടെ കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടികളിൽ നിന്നും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്നു എന്നൊക്കെ ഇപ്പൊ ഇവിടെ മാത്യു സൂചിപ്പിച്ചു. ഈ മദ്യനയ കേസ്, ഡൽഹി സർക്കാരിന്റെ മദ്യനയ കേസ് പുറത്തു കൊണ്ടുവന്നതും അതിനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടതും കോൺഗ്രസ് ആണ്. അതിന്റെ വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകല്ല. ഈ കേസ് എവിടെ കൊണ്ട് എത്തിക്കണം, എവിടെ എത്തും? ഒരു സുപ്രഭാതത്തിൽ രാവിലെ കയറി റെയ്ഡ് ചെയ്യുക, അറസ്റ്റ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് SFI ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന ഏജൻസികളിൽ ഒന്നാണ്, ഏറ്റവും ഗൗരവമുള്ള ഏജൻസികളിൽ ഒന്നാണ്. അവര് ഇപ്പൊ ഈ ഇടിപിടിയുന്ന എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയില്ലേ, നാളെ ഇവർക്ക് ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ ഇവരെ ഏതെങ്കിലും കേസിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന സാഹചര്യം, ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ഗൗരവത്തോടുകൂടി അന്വേഷണം നടന്നില്ല, അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിക്കുന്നതിൽ വീഴ്ച പറ്റി എന്നൊക്കെ നിങ്ങൾ തന്നെ പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായി അന്വേഷണ ഏജൻസി അവരുമായി നടത്തിയ ഓരോ ഇടപാടുകാരെയും അവരുമായി നടത്തിയ ട്രാൻസാക്ഷൻസ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 15-ാം തീയതിക്ക് മുമ്പായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 8 അല്ല 12 സ്ഥാപനങ്ങൾക്ക് അവർ കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ 6ഓളം ആളുകൾക്ക് വ്യക്തിപരമായി നേരിട്ട് ഹാജരാകാനുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. മാധ്യമങ്ങളിൽ നിന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിന്റെ നിജസ്ഥിതി എനിക്കറിയില്ല. പക്ഷെ അന്വേഷണത്തിന്റെ വഴിക്ക് തന്നെ കൃത്യമായി നീങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതിനിവിടെ ആരുടെയും ഇടപെടൽ ഇനി ആവശ്യമുള്ളതുമല്ല. ഈ 12 സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ താങ്കൾക്കറിയാവുന്ന പ്രമുഖ സ്ഥാപനങ്ങൾ എന്ന് തോന്നാവുന്നവയും ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? സ്വാഭാവികമായും 12 സ്ഥാപനങ്ങളും വ്യക്തികളും ഉണ്ട്. ആ വ്യക്തികൾക്കകത്ത് പറഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ചാനൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ പോലും അതിനകത്തുണ്ടാകാം. ഞാൻ പറഞ്ഞത് 12-ാം തീയതി 12 പേർക്ക് നോട്ടീസ് കൊടുത്തത് ആരൊക്കെയാണ്? 8 പേരുടെ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന അഡീഷണൽ ഇൻഫർമേഷൻ എന്ന നിലയിൽ ഇവരുമായി ബന്ധപ്പെട്ട 8 കമ്പനികളുടെ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല 12ഓളം സ്ഥാപനങ്ങളുടെ പേരുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള KSIDC-യുടെയും CMR-ന്റെ ഉദ്യോഗസ്ഥരുൾപ്പെടെ 6 പേരെ നേരിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനും വിളിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക്. അപ്പൊ പിന്നെ എവിടെയാണ് ഈ മെല്ലെപ്പോക്ക്? ചുമ്മാ അങ്ങ് സ്ഥാപിക്കുക മെല്ലെപ്പോക്കാന്ന്. ഒരു മെല്ലെപ്പോക്ക് ഉണ്ടാകാൻ ഇതൊക്കെ എത്തുന്നിടത്ത് എത്തുക തന്നെ ചെയ്യും. അതായത് KSIDC സർക്കാർ സ്ഥാപനത്തിലേക്ക്, അതിന്റെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് വരെ അന്വേഷണം പോകുന്നു, അവരെ കൂടി ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് തന്നെ അല്ലേ? അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെയധികം നന്ദി ഷോൺ ജോർജ്. ഈ കേസിലെ ഹർജിക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം. ഒരു മെല്ലെപ്പോക്കും ഇല്ല എന്നാണ് ഷോൺ ജോർജ് പറയുന്നത്.